ട്രംപ് പറയുന്നതൊന്നും കേൾക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ രാജ്യത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. അണുബോംബ് ഉണ്ടാക്കണമോ, അത് നശിപ്പിക്കണമോ, അത് ഇസ്രായേലിന് നേരെ എറിയണമോ എന്നൊക്കെയുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ട്രംപിൻ്റെ പണി നോക്കിയാൽ മതി. പറയുന്നത് ഇറാനാണ്. ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അൽ ഖമനേയി. എവിടെ നിന്നാണ് ഖമനേയിക്ക് ഈ ധൈര്യം കിട്ടിയത്? മാത്രമല്ല, ഖമനേയിയുടെ ഈ ധൈര്യത്തിന് മറുപടിയായി ഇസ്രായേൽ അണുബോംബ് പൊട്ടിക്കുമോ? ശരിക്കും പറഞ്ഞാൽ ഈ ആണവ നിരായുധീകരണ കരാർ അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങൾ വേണമെന്ന് അമേരിക്ക കുറച്ച് കാലമായിട്ട് ഇറാനോട് ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങി എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾ മുഴുവൻ ഇറാൻ തള്ളിക്കളയുന്ന ആരാ? ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനേയിയാണ്. അവർ പറയുകയാണ്, ഈ അമേരിക്കയാരാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ? നിങ്ങളെന്ന് പറഞ്ഞാൽ ഏകാധിപതികളായിരിക്കും. നിങ്ങളുടെ കാര്യം പോയി നോക്ക്. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ആണവ ആയുധം നിർമ്മിക്കാനാണോ അല്ലെങ്കിൽ വൈദ്യുതി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ഊർജ്ജോൽപാദനത്തിനാണോ, എന്ത് കാര്യത്തിന് ഞങ്ങൾ നിർമ്മിക്കാം? അപ്പോൾ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ്. സാധാരണഗതിയിൽ ഊർജ്ജോൽപാദനത്തിന് 10% ആണവ സമ്പുഷ്ടീകരണം മതി എന്ന് പറഞ്ഞാൽ യുറേനിയം സമ്പുഷ്ടീകരിച്ചാൽ മതിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ 60% യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 408.6 കിലോഗ്രാമോളം യുറേനിയം ഇവരുടെ കയ്യിലുണ്ട്. ഇത് വെച്ച് 9 ആറ്റം ബോംബ് വരെ നിർമ്മിക്കാമെന്നാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു കണക്കൂട്ടൽ. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ രാജ്യത്ത് പല പ്രവർത്തനവും നടത്തും. അത് 100% ഞങ്ങളുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന നിലയിൽ ആണവ പദ്ധതികളുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കേണ്ട ചില പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇടപെടൽ വേണ്ട. അമേരിക്ക പിന്തുണയ്ക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇടപെടൽ വേണ്ട. ഇവരെ മാറ്റി നിർത്തിയാൽ മാത്രമേ യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുകയുള്ളൂ എന്നും ആയത്തുള്ള അലി ഖമനേയി ഇറാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുക. ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ എന്നവണ്ണം അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആയത്തുള്ള അലി ഖമനേയി എവിടെ ഒളിച്ചിരിക്കുന്നില്ല. അയാൾ ധൈര്യപൂർവ്വം പുറത്തു വന്നിട്ട് ട്രംപിനെ വെല്ലുവിളിക്കുന്നു. ഇപ്പോൾ ഇത് സംബന്ധിച്ച് ചർച്ചയുണ്ടായത് ഒമാനിൽ വെച്ചാണ്. അതായത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട് അബ്ബാസ് അരഗാച്ചിയും ഈ മിഡിൽ ഈസ്റ്റിലെ ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും തമ്മിലൊരു ചർച്ച നടത്തിയിട്ട് അമേരിക്കയുടെ ഡിമാൻഡ് എന്താണെന്ന് വിറ്റ്കോഫ് കൃത്യമായിട്ട് അരഗാച്ചി അറിയിച്ചു. അരഗാച്ചി ഇത് ഇറാനിലെ അറിയിക്കുമ്പോൾ ഇറാൻ പറയുന്നത് എന്താണ്? നമ്മളുടെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകും. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിക്കും. അമേരിക്ക പറയുന്ന മറ്റൊരു കാര്യം, ഒന്നുകിൽ നിങ്ങൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകണം, അവിടെ വെക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് കുറേയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യണം, നിങ്ങൾ അതിനെ ഉപേക്ഷിക്കണം. ഈ രീതിയിലുള്ളൊരു നിലപാടാണ് കൃത്യമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ US-ൻ്റെ നിർദ്ദേശം ഇറാൻ അംഗീകരിക്കുമോ എന്നുള്ളായിരുന്നു നമ്മുടെ സംശയം. അംഗീകരിച്ചില്ല. 100% ഞങ്ങൾ അമേരിക്കയുടെ ഈ നിലപാടുകൾക്കെതിരാണെന്ന് ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കിയാൽ ഒരു യുദ്ധ പ്രഖ്യാപനമായിട്ട് പോലും ഇതിനെ നമ്മൾ കണക്കാക്കണം. കാരണം ഒരു പ്രാദേശിക ആണവായുധ മത്സരത്തിനാണോ ഈ ഇറാൻ ഒരുക്കുന്നത്? മാത്രമല്ല ഇസ്രയേലിനെ പ്രകോപിപ്പിക്കാൻ ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇസ്രയേലിനൊരു പ്രശ്നമുണ്ടാകരുതെന്ന് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ ഈ നിലപാടുകൾ ഇസ്രയേലിന് കൂടി അനുകൂലമാകണം എന്ന നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെയാണ് ഇവർ കൃത്യമായിട്ട് എതിർക്കുന്നത്. മാത്രവുമല്ല ഈ ഇസ്ഹാൻ പ്രവിശ്യയിലെ നദാൻസ് എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിൽ ഏതാണ്ട് 19,000-ഓളം സെൻട്രിഫ്യൂജലുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എത്ര വേണമെങ്കിലും ആണവായുധം നിർമ്മിക്കാം. 9 ആണവായുധമൊക്കെ പെട്ടെന്ന് നിർമ്മിക്കാൻ കഴിയുമെന്നും 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം 90%-ലേക്ക് എത്തിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കുമെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ളൊരു നീക്കം നടത്തുമ്പോൾ സ്പൈവെയർ ഉപയോഗിച്ചുള്ള വൈദ്യുതി മുടക്കം അല്ലെങ്കിൽ സൈബർ ആക്രമണങ്ങൾ ഇതൊക്കെ നടത്താനായിട്ട് ഇനി അമേരിക്ക ശ്രമിച്ചേക്കാം, ഇസ്രായേൽ ശ്രമിച്ചേക്കാം. സ്വാഭാവികമായിട്ടും ഇറാൻ അതിനെ തടയില്ലേ? തീർച്ചയായിട്ടും ഇറാൻ ഇത്തരത്തിലൊരു നിലപാടെടുത്തത് തന്നെ നമ്മളെ അമ്പരപ്പിക്കുന്നുണ്ട്. കാരണം അമേരിക്ക പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട രാജ്യങ്ങൾ ഒക്കെ കേൾക്കേണ്ടതാണ്. അമേരിക്കയ്ക്ക് കൊമ്പുണ്ടോ എന്ന് ചോദിക്കല്ല. ലോക പോലീസ് എന്ന് പറയുന്നത് അവരാണ്, ലോക ശക്തി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് അവരാണ്. അപ്പോൾ അവർ പറയുന്നത് മിക്ക രാജ്യങ്ങളും കേൾക്കാനുള്ള സാധ്യത, അതായത് സാമ്പത്തികമായി വളരെ മെച്ചമില്ലാത്ത രാജ്യങ്ങൾ അവർ പറയുന്നത് കേൾക്കാൻ സാധ്യത കൂടുതലാണ്. ഇറാനും അത്തരത്തിലുള്ള ഒരു രാജ്യമാണ്. പക്ഷേ പെട്ടെന്ന് ആയത്തുള്ള അൽ ഖമനേയി പറയുകയാണ്, ഞങ്ങൾ അമേരിക്ക പറയുന്നത് കേൾക്കില്ല, അമേരിക്കയുടെ കാര്യം നോക്കിയാൽ മതി, ആ രാജ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ യുറേനിയം ഉണ്ടാക്കണോ അണുവായുധം ഉണ്ടാക്കണോ, അത് എന്തിനു വേണ്ടി വിനിയോഗിക്കണം, എന്തിനത് ഉപയോഗിക്കണം എന്നൊക്കെയുള്ളത് ഞങ്ങളുടെ കാര്യമാണ്, അത് നോക്കാൻ മറ്റ് രാജ്യത്തെ നേതാക്കന്മാർ ഇങ്ങോട്ട് വരണ്ട, ചിലപ്പോൾ ഞങ്ങൾക്ക് ഇസ്രായേലിനോട് എതിരെ പൊട്ടിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് ചെയ്യും, അത് ഞങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ആരും വരണ്ട എന്നുള്ള
കൃത്യമായ ഒരു ബോൾഡായിട്ടുള്ള നിലപാട് ഇറാൻ എടുക്കുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഇറാൻ്റെ പിന്നിൽ ആരാണ്, ഇറാൻ ഇത്ര ധൈര്യം കൊടുത്ത് മുന്നോട്ട് പോകാൻ ഇറാനെ നയിക്കുന്നത് ആരാണ്, ഇതൊക്കെ വലിയ ചോദ്യമായി നിൽക്കുന്നു. ഒരു യുദ്ധ ഭീഷണിയിലേക്ക് ഇറാൻ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ആയത്തുള്ള ഖമനേയി എന്ന് പറയുന്നത് ഇതുവരെ ബങ്കറിൽ ഒളിച്ചിരുന്ന വൈദ്യുതി ഇല്ലാത്ത മെഴുകുതിരി വെട്ടത്തിലൊക്കെയാണെന്നാണ് നമ്മുടെ ABCയുടെ സുനിൽ സാർ തന്നെ പറഞ്ഞത്. അവിടെ ഇരിക്കുന്ന ഒരു ആള് പെട്ടെന്ന് പൊതുവേദികളിൽ വരുന്നു, ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു, ട്രംപിനോട് പറയുന്നു പോയി പണി നോക്കടാ, എൻ്റെ രാജ്യത്തോട്ട് നീ വന്ന് കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, നീ നിൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, ഇസ്രായേലിനെ ചിലപ്പോൾ ഞങ്ങൾ തകർക്കും, ചിലപ്പോൾ ഗാസയെ തന്നെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഈ 2015 ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്ന സമയത്ത് ഇതുപോലെ ഈ ആണവായുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ നടന്നു. അന്ന് അമേരിക്കയുടെ സമ്മർദ്ദ ഫലമായിട്ട് ഇറാൻ അതിൽ നിന്ന് പിന്മാറുകയും 2015 ഇനി ഞങ്ങൾ ആണവായുധ നിർമ്മാണത്തിൽ പോകില്ല എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ചർച്ചകളൊക്കെ നടന്നെങ്കിലും പിന്നീട് ജോ ബൈഡൻ സർക്കാർ വന്നപ്പോഴേക്കും വീണ്ടും ഈ ആണവായുധ നിർമ്മാണമൊക്കെ ആയിട്ട് അവർ പ്രവർത്തിച്ചു തുടങ്ങി. ഇപ്പോൾ 2021 ആയ സമയത്ത് ഇസ്രയേൽ അവിടെ വലിയൊരു ആക്രമണം നടത്തി. ആക്രമണം എന്ന് പറഞ്ഞാൽ നേരിട്ടല്ല, വൈറസിനെയൊക്കെ ഉപയോഗിച്ച് മൊസാദിൻ്റെ ഒരു രംഗപ്രവേശം നടത്തി. അതായത് സ്പൈവെയർ ഉപയോഗിച്ച് സൈബർ അറ്റാക്ക് ഒക്കെ നടത്തിയിട്ട് ഇവരെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. അതിനു വേണ്ടിയിട്ട് ഇവർ സ്വന്തമായിട്ട് സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്ന ഒരു വൈറസിനെ സൃഷ്ടിച്ചു ഇസ്രയേൽ. എന്നിട്ട് മൊസാദിൻ്റെ ഒരു ചാരൻ എങ്ങനെയോ ഈ നദാൻസ് എന്ന് പറയുന്ന ആണവ നിലയത്തിൽ നുഴഞ്ഞു കയറുന്നു. പക്ഷേ ഇയാൾക്ക് ഈ വൈറസ് ഇഞ്ചെക്ട് ചെയ്യാൻ കഴിയില്ല, മീൻസ് അതിനകത്ത് കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ 2010 വരെ അവിടുത്തെ ഈ കമ്പ്യൂട്ടറുകളൊന്നും തന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. പകരം ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തായിട്ട് മുന്നോട്ട് പോയത്. അത് കഴിഞ്ഞ് പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ഇതിനകത്ത് ഈ പറയുന്ന നെറ്റ്വർക്കുകൾക്കിടയിലേക്ക് കണക്ഷനൊക്കെ വരികയും ഇതിലേക്ക് ഇത് ഇഞ്ചെക്ട് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായപ്പോഴാണ് മൊസാദിൻ്റെ ചാരൻ നുഴഞ്ഞു കയറുന്നത്. ഇയാൾ എന്നിട്ട് ഈ വൈറസ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ യാതൊരു മാറ്റം ഉണ്ടായില്ല. കുറേ നാൾ ഈ വൈറസ് ക്യാരി ചെയ്തുകൊണ്ട് തന്നെ അവിടുത്തെ സിസ്റ്റം കമ്പ്യൂട്ടർ എല്ലാം പ്രവർത്തിച്ചു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ വൈറസ് പ്രവർത്തിച്ചു തുടങ്ങുന്നു. ഈ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇറാനിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു, ഒരു കുഴപ്പവും പുറത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ ടെക്നീഷ്യൻസ് നോക്കുമ്പോഴും ആണവ നിലയത്തിലെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമാണ്. പക്ഷേ ഈ വൈറസ് ഉൽപ്പാദിപ്പിച്ച ഇസ്രായേലിൻ്റെ കയ്യിലേക്ക് നിയന്ത്രണം മാറിക്കഴിഞ്ഞു. ഇറാൻ നോക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ ചോർത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ ആ വൈറസ് ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങി. അത് ലോകത്തെ ഞെട്ടിച്ച ഒരു ഓപ്പറേഷനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അത്തരം ഒരു ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് അവരുടെ ആ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോയതാണ്. പിന്നീട് ഇവർ അതിനെ റെക്ടിഫൈ ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു ബങ്കർ ബ്ലാസ്റ്റർ അറ്റാക്ക് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ ഈ നദാൻസ് എന്ന് പറയുന്ന മേഖലയിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. 1,00,000 ചതുരശ്ര കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു വിശാലമായ പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ തെക്കേ മലനിരകളുടെ അടിഭാഗത്ത് ഒരു പുതിയ ബങ്കറൊക്കെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ പരീക്ഷണം നടത്തുന്നത്. ഈ പരീക്ഷണശാലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അങ്ങനെ നിർത്തിവെച്ചില്ലെങ്കിലുള്ള പ്രശ്നം ഇസ്രായേൽ ഇതിനകത്ത് കയറി ഇടപെടാം. കാരണം ഇസ്രായേലിനാണല്ലോ ഏറ്റവും കൂടുതൽ ഭീഷണി. അപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രായേൽ കയറി ഇടപെടുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ വേണം ആണവ ബോംബ് പ്രയോഗിക്കുക. എന്താ കാരണം എന്നറിയാം? ഇസ്രായേൽ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഗസയിൽ ആറ്റം ബോംബ് ഇടുമെന്ന്, അല്ലേ? പലതവണ പറയുമ്പോൾ ഗസയിൽ ഇടുമെന്ന് പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഗസയിൽ കൂട്ടക്കുരുതി നടത്തുന്നത് വലിയ പ്രശ്നമാണ്. ലോകം മുഴുവൻ ഇവരെ അപലപിക്കും. പക്ഷേ ഇറാനിൽ നടത്തിയാൽ അങ്ങനെയല്ല. കാരണം ഇതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്കയുടെ തലയിൽ കെട്ടിവെക്കാം. അങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് സൗദി അറേബ്യ തിരിച്ചറിഞ്ഞു. അങ്ങനെ സൗദി രാജാവ് ഒരു പ്രത്യേക ദൂതൻ വഴി ഇറാനെ അറിയിച്ചിരുന്നു, നിങ്ങൾ അമേരിക്കയുമായിട്ടുള്ള എഗ്രിമെൻ്റ് ഒപ്പിടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മേൽ ആണവായുധം പ്രയോഗിക്കാനായിട്ട് ഇസ്രായേൽ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആണവായുധ പ്രവർത്തനം അല്ലെങ്കിൽ പ്രഹരം ഏറ്റുകഴിഞ്ഞാൽ ഇറാൻ ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ ഈ ട്രംപ് കുറ്റം പറയാനും കഴിയില്ല. കാരണം അവർ ജീവിക്കാനായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത, ആ ജനതയെ ദ്രോഹിക്കാവുന്നതിന് പരമാവധി ദ്രോഹിച്ചു. പിന്നെയും അവർക്ക് മേൽ അണുവായുധം കൊണ്ടുവരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ അവർ ഇറാനെ തീർത്തേ മതിയാകൂ. മാത്രമല്ല ഈ സാങ്കേതിക കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ ഇവർ പ്രവർത്തിക്കുമ്പോൾ ഇസ്രായേലിന് അത് ഭീഷണിയാണ്. അതുകൊണ്ട് ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇപ്പോൾ ബന്ധം അത്ര നല്ല ദൃഢമല്ല. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ ചർച്ചയെ അവർ തള്ളിക്കളഞ്ഞു. ഖമനേയി ട്രംപിനെ പുച്ഛിക്കുന്നു. ഈ സമയത്ത് നെതന്യാഹു കയറി അടിച്ചാൽ ട്രംപിന് സ്നേഹമേ വരത്തുള്ളൂ. ആ ഒരു ഒറ്റ അവസരം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ നദാൻസ് ആണവ സംഭരണ
കേന്ദ്രത്തിലാണെങ്കിൽ അവിടെ ആണവ വിസ്ഫോടനം തന്നെ ഉണ്ടാകാം, വലിയ പ്രശ്നം ഉണ്ടാകും. അതല്ല ഇസ്രായേൽ ഒരു ആണവായുധം എടുത്ത് പ്രയോഗിക്കുക, കാരണം ഗസയിൽ പ്രയോഗിക്കുന്നു പലതവണ പറഞ്ഞ. അപ്പോൾ അമേരിക്കയ്ക്ക് പണി കൊടുത്തു ഇറാൻ എന്ന് നമുക്ക് പറയാം, കാരണം ആയത്തുള്ള അലി ഖമനേയി കൃത്യമായിട്ട് നാവടപ്പിക്കുന്ന മറുപടി കൊടുത്തത്. പക്ഷേ ഇസ്രായേലിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ കയ്യിൽ വലിയൊരു ബോംബുമായിട്ടാണ് ഇരിക്കുന്നത്, എപ്പോൾ വേണമെങ്കിലും ഇറാന്റെ നേരെ പ്രയോഗിക്കാം. അങ്ങനെ പ്രയോഗിച്ചാൽ ഇറാന് കിട്ടുന്ന വമ്പൻ പണിയാകുകയും ചെയ്യും, അല്ലേ? അങ്ങനെ ഇറാൻ വമ്പൻ പണിയല്ല, പിന്നെ ഇറാൻ ഉണ്ടാകില്ല, അത് അവർ വരുത്തി വെച്ച വിനയാണെന്ന് തന്നെ പറയേണ്ടി വരും.